കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. സമരാനുകൂലികൾ സംസ്ഥാനത്തെ വ്യാപകമായി തന്നെ വാഹനങ്ങൾ തടഞ്ഞു. പലയിടത്തും സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായി. അതേസമയം VIT എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ വലഞ്ഞു. കോട്ടയം തിരുനക്കരയിൽ ആംബുലൻസ് അടക്കമുള്ളവ കുടുങ്ങി. പത്തനംതിട്ടയിലും വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. അടൂരിൽ യാത്രക്കാരെ സമരാനുകൂലികൾ തടഞ്ഞത് പ്രതിഷേധത്തിന് ഇടയാക്കി. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്ന എനിക്ക് ഉറപ്പ് ഓരോർപ്പില്ല. എവിടെയായാലും ഞാൻ തുറന്നു പറയുന്നത് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവര് ചെയ്യട്ടെ. ആ ഒരു കാലത്ത് നമുക്ക് അവർക്ക് ഇതുപോലെ സാഹചര്യം തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ അടക്കം KSRTC ബസ്സുകൾ തടഞ്ഞു. MG റോഡിലെ മുഴുവൻ കടകളും സമരക്കാർ അടപ്പിച്ചു. കോഴിക്കോട് പലയിടത്തും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായി. ഇടുക്കിയിലും ഹർത്താൽ അനുകൂലികൾ വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. എറണാകുളം നഗരപരിധിയിൽ ഹർത്താൽ ബാധിച്ചിട്ടേയില്ല. വടക്കൻ ജില്ലകളിലും പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, തീർച്ചയായും നിതിൻ രാജിന്റെ മരണം കേരളത്തിന്റെ മനസാക്ഷി ഒന്നടങ്കം വേദനിപ്പിച്ച ഒന്ന് തന്നെയാണ്. അതിലാർക്കും അഭിപ്രായ ഭിന്നതയുണ്ടാകില്ല. ഈ ഹർത്താൽ അനുകൂലികൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നത് ആരെയും അങ്ങനെ നിർബന്ധിച്ച് തടയില്ല എന്ന് തന്നെയാണ്. ഇതിപ്പോൾ ഈ കൈക്കുഞ്ഞുമായി ആശുപത്രിയിലേക്കൊക്കെ പോകുന്നവരെ ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചിലരെ ബലം പ്രയോഗിച്ച് തടയുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത്. അരുൺ, അഭിലാഷ്, പ്രതീക്ഷയിലും ശക്തമായിരുന്നു ഹർത്താൽ. പലയിടത്തും അക്രമ സംഭവങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ മാറി. ആരെയും നിർബന്ധിച്ച് തടയില്ല, കടകൾ അടപ്പിക്കില്ല എന്നൊക്കെയായിരുന്നു സമരാനുകൂലികൾ പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലടക്കം ബസ്സുകൾ തടഞ്ഞുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും ഹർത്താൽ അനുകൂലികൾ തെരുവിലിറങ്ങിയത്. ആശുപത്രിയിൽ പോകാനെത്തിയ പറഞ്ഞു. അതിനുശേഷം കടകൾക്ക് നേരെയായിരുന്നു പ്രധാന പ്രതിഷേധം. കടകളെല്ലാം അടപ്പിച്ചു. MG റോഡിൽ സാധാരണ പ്രധാനപ്പെട്ട മുന്നണികളുടെ ഹർത്താൽ നടക്കുമ്പോഴൊക്കെ പ്രവർത്തിക്കുന്ന കടകൾ പോലും അടപ്പിച്ചു. ഒരു ഷോപ്പിംഗ് മാളുകൾ പലതും സമരാനുകൂലികൾ ഈ കടപിടിക്കാൻ തയ്യാറാകാത്തവരെ കയ്യേറ്റാൻ ചിലർ മുതിർന്നു. പലയിടങ്ങളിലും അത് സംഘർഷാവസ്ഥ ഉണ്ടാക്കി. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നെങ്കിലും പോലീസ് കാര്യമായി ഈ വിഷയങ്ങളിലൊന്നും ഇടപെട്ടില്ല. സമരക്കാരെ വലിയ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ പിന്തിരിപ്പിക്കാൻ അപ്പുറത്തേക്ക് പോലീസ് നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. വലിയ രീതിയിലാണ് പലയിടത്തും പ്രവർത്തകർ സംഘടിച്ചെത്തി സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും കൺസ്യൂമറിന്റെയും KCBയുടെ ഓഫീസുകളും ബാങ്കുകളും ഒക്കെ അടപ്പിക്കാൻ സമരക്കാർ വലിയ താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ വലിയ ജനജീവിതത്തെ രാവിലെ ബസ് ഗതാഗത സംവിധാനങ്ങളൊക്കെ തടഞ്ഞെങ്കിലും പിന്നീട് അത്തരം നടപടികളിലേക്ക് പോയില്ല. പകരം വാണിജ്യ സ്ഥാപനം കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധങ്ങൾ ഏറെയും. ജനജീവിതം രാവിലെയൊക്കെ ഈ ഗതാഗതം ഇല്ലാത്ത ബാധിച്ചു. അതിനുശേഷം കടകളിൽ പ്രോത്സാഹന ജനങ്ങളെ വലച്ചത്. പലയിടത്തും ഈ സമരം അത്ര ശക്തമായിരുന്നു പൊതുവിലുള്ള വിവരവും റിപ്പോർട്ടുകളും ഒക്കെ. അതുകൊണ്ട് തന്നെ ആളുകൾ സാധാരണ ഹർത്താൽ ദിനത്തിൽ എടുക്കുന്ന ഒരു മുൻകരുതൽ സ്വീകരിച്ചില്ലാത്തതും ജനജീവിതത്തെ ബാധിച്ചു. പ്രധാനപ്പെട്ട നഗരകേന്ദ്രങ്ങളിൽ ആണ് ഈ ഹർത്താൽ ബാധിച്ചത്. അത് മാത്രമല്ല, എൻട്രൻസ് പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികളെ തടസ്സപ്പെടുത്തുന്നു. ഒന്നുകിൽ ആ എൻട്രൻസ് പരീക്ഷ മാറ്റിവെക്കണമായിരുന്നു അധികൃതർ, അതല്ല എങ്കിൽ അവർക്ക് പോകാൻ അനുവാദം നൽകണമായിരുന്നു. ആ നിലയിലുള്ള പ്രതിഷേധമല്ല നടന്നത് എന്നതാണ് ഇത്തരത്തിൽ വ്യാപകമായി പരാതി ഉയരാൻ കാരണം. അതേസമയം ഇന്ന് ഹർത്താൽ നടക്കുമ്പോൾ പോലും
നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇയാളെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. റാം ആന്ധ്രയിൽ ഒളിവിൽ ആണ് എന്നതാണ് വിവരം. റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. അതേസമയം മറ്റൊരു പ്രതിയായ ഡോക്ടർ KT സംഗീത നമ്പ്യാർ ഇന്നലെ പോലീസിന് മുന്നിൽ ഹാജരാവുകയും ചെയ്തു. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ഡോക്ടർ സംഗീത ഹാജരായത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയും ചെയ്തു. കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഈ സംഗീതയെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിരുന്നില്ല, പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കീഴടങ്ങുകയും ചെയ്തു. അപ്പോൾ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലോ അവരുടെ സ്വാധീന മേഖലയിലോ തന്നെ ഇവർ തുടർന്നു എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. പക്ഷേ റാമിനെയും പിടികൂടാൻ സാധിക്കുന്നില്ല. അത് വലിയ തോതിൽ വിമർശനത്തിന് വഴിവെക്കുന്നുണ്ട് ബൈജു. അതെ അഭിലാഷേ, ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് ഇത്തരത്തിൽ മരണപ്പെടുന്നത്. പിന്നീട് 16 ദിവസത്തിന് ശേഷമാണ് ഈ MK റാം എന്ന് പറയുന്ന അധ്യാപകനെ ജാമ്യം കോടതി തള്ളുന്നത്. ഇപ്പോൾ 18 ദിവസമായിരിക്കുന്നു റാമിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇദ്ദേഹം ആന്ധ്രയിലുണ്ടെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ പോലീസ് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യാനോ ഒന്നും വലിയ തോതിലുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം വലിയ തോതിലുയരുന്നു. അത്രത്തോളം വലിയ പ്രതിഷേധമായിരുന്നു. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് സംബന്ധിച്ച് ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ട് നിരന്തരം സമരം നടത്തിയിട്ടും പോലീസിന് ഒരു കുലുക്കവുമില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇന്ന് വലിയ പ്രതിഷേധമാണ് ആളിക്കത്തി എന്ന് പറയേണ്ടി വരും. അത് വിവിധ ദളിത് സംഘടനകളുണ്ട്, കണ്ണൂരിൽ അഞ്ചരക്കണ്ടിയിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലുണ്ട്. എന്തായാലും എവിടെയാണ് റാം എന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. ഏതായാലും നിലവിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി റാം ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി അതിലൊരു തീരുമാനം വരുന്നതുവരെ പോലീസ് കാത്തിരിക്കുമോ, അതല്ല റാമിനെ അതിന് മുമ്പ് തന്നെ പിടികൂടാൻ പോലീസ് തയ്യാറാകുമോ എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. എത്രയും പെട്ടെന്ന് ഈ അധ്യാപകനായ റാമിനെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് കുടുംബത്തിൽ നിന്ന് ഉയരുന്നത്. അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. ഏതായാലും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ ആ കോടതി കൃത്യമായി പറയുന്നുണ്ട് ഈ റാമിന്റെ കസ്റ്റഡി ആവശ്യമാണ്. റാമിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളൂ എന്നാണ് കോടതി പറഞ്ഞിരുന്നത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഗീത നമ്പ്യാരുടെ കാര്യത്തിൽ വന്നാൽ 16 ദിവസം സംഗീത നമ്പ്യാരെ ഏതെങ്കിലും തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഒടുവിൽ 16-ാം ദിവസം കോടതി ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെയാണ് സംഗീത നമ്പ്യാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. അവിടെ എത്തി മൊഴി കൊടുത്ത് അതിനുശേഷം കോടതിയുടെ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നും പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ പേർ പ്രതികളാണ്, അവരെ എല്ലാം അറസ്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നത്. അതായത് നമ്മൾ തന്നെ പുറത്തുവിട്ട പ്രിൻസിപ്പലിന്റെ മുറിയിനകത്ത് ഇരുന്ന് കൂട്ടവിചാരണ, അതായത് ഇതിന് ഏറ്റവും അവസാനമായി ഉണ്ടായ ആ ദൃശ്യം, അതിൽ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ 4 അധ്യാപകരുണ്ട്. ആ അധ്യാപകർ ഉൾപ്പെടെ കേസിൽ പ്രതിയേൽക്കണമെന്നൊരു ആവശ്യം ഉയർത്തിയിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊന്നും ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് വൈകുകയാണ്. ഇയാളെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടുമില്ല. വാർത്തയുടെ വിശദാംശങ്ങളാണ് KV ബൈജു നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.